പി.കെ. ശ്രീമതി എന്ന ശ്രീമതി ടീച്ചർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യുവജന മഹിളാ പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തേക്ക് എത്തിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രവർത്തക തന്നെയാണ് ശ്രീമതി ടീച്ചർ. പി.കെ. ശ്രീമതി എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ശ്രീമതി ടീച്ചർ എന്ന് തന്നെയാണ്. ശ്രീമതി ടീച്ചർ എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടി എല്ലാവർക്കും അറിയുന്നത്. ഞാനിത് പറയാനുള്ള കാരണം ശ്രീമതി ടീച്ചറിന് 75 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്, 75 വയസ്സോളം എത്തിയിരിക്കുകയാണ്. 2006 മുതൽ 2011 വരെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന CPM നേതാവാണ് പി.കെ. ശ്രീമതി ടീച്ചർ. 2014 മുതൽ 2019 വരെ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗവും കൂടിയായിരുന്നു പി.കെ. ശ്രീമതി ടീച്ചർ. പിന്നെ ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഞാൻ ഇത് ആദ്യമേ പറയാനുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു മഹിളാ ഒരു ഭാരവാഹി എന്നുള്ള രീതിയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു പാർട്ടിയിലേക്ക് എത്തുകയും പാർട്ടിയുടെ പലവിധ കാര്യങ്ങളിലേക്ക് ഒരു നേതൃത്വ നിരയിലേക്കൊക്കെ എത്തുകയും ചെയ്യുമായിരുന്നു ശ്രീമതി ടീച്ചർ. ഈ പറഞ്ഞതുപോലെ മന്ത്രി പദവി വരെ അലങ്കരിച്ചിരുന്ന ശ്രീമതി ടീച്ചർ ഒരുപക്ഷെ ഈ ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ശ്രീമതി ടീച്ചറിനെ പറ്റി പറയാനാണെങ്കിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുവാനാണെങ്കിൽ ഏറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത് എന്തിനാണ് പറയുന്നത് എന്നുള്ളതായിരിക്കും ചോദ്യം. കാരണം നമുക്ക് അറിയാം CPM-ന്റെ ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ AKG ഭവൻ്റെ ഉദ്ഘാടനമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ ഉദ്ഘാടനവും ഈ പറഞ്ഞതുപോലെ അതിനു മുമ്പായിട്ടുള്ള സംസ്ഥാന സമ്മേളനവും ദേശീയ തെരഞ്ഞെടുപ്പും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. പലപ്പോഴും ഈ ഒരു കാഴ്ചയിലെല്ലാം അതിൻ്റെ ഒരു പ്രധാന വ്യക്തിയായിട്ട് കാണുന്നത് പിണറായി വിജയനെ മാത്രമാണ്. ഒരു പക്ഷേ MV ഗോവിന്ദനെയോ ഇപ്പോൾ പറഞ്ഞതുപോലെ MA ബേബിയോ ഒന്നും നമ്മളൊരു നേതൃനിരയിലോട്ട് കാണാൻ സാധിക്കുന്നില്ല. CPM = പിണറായി വിജയൻ. അതാണ് ഇപ്പോൾ പാർട്ടിയുടെ അവസ്ഥ. ഏതായാലും അതിനൊരു നേതൃത്വം, അതിനൊരു യഥാർത്ഥ വഴിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പാർട്ടി. സഖാക്കൾക്കൊക്കെ ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. AKG സെന്ററിൻ്റെ ഉദ്ഘാടന വേളയിൽ തന്നെ നമുക്കറിയാം പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ നമുക്കതിന് ചുറ്റും AKG സെന്ററിൻ്റെ പഴയ AKG സെന്ററിന് അങ്ങോട്ടൊക്കെ ഈ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട നിരവധി പോസ്റ്ററുകളൊക്കെ വെച്ചിരുന്നു. ആ പോസ്റ്ററുകളെല്ലാം പിണറായി വിജയൻ്റെ നല്ല അടിപൊളി ഒരു പിക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ AKGയുടെ പോലും ഒരു പടം അതിനകത്തായി കണ്ട് EK നായനാരുടെയോ EMS നമ്പൂതിരിപ്പാടിൻ്റെയോ മറ്റാരുടെയും ഇപ്പം MV ഗോവിന്ദൻ്റെ MA ബേബിയുടെ ആരുടെയും ഒരു പടം, ഒരു ഫോട്ടോ അതിൽ കാണാൻ സാധിച്ചില്ല. എന്തിനും മുൻതൂക്കം പിണറായി വിജയൻ. CPM = പിണറായി, LDF = പിണറായി വിജയൻ. ആ ഒരു ഇക്വേഷനിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് പാർട്ടി. ഏതായാലും അതിനിപ്പോൾ ഒരു തടങ്കൽ വന്നിരിക്കുകയാണ്, അതിനിപ്പോൾ ഒരു തടസ്സം വന്നിരിക്കുകയാണ് ശ്രീമതി ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിമർശനവും കാര്യങ്ങളുമൊക്കെ. ഇപ്പോൾ നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗം പി.കെ. ശ്രീമതിയെ സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുപ്പിക്കുന്നതിൽ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു അഭിപ്രായ ഭിന്നത വന്നിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതി ടീച്ചർ പങ്കെടുക്കണ്ട എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ നിലപാട്. പിണറായി വിജയൻ അരുളിപ്പാട് നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീമതി ടീച്ചർ വരണ്ട, അദ്ദേഹം പറഞ്ഞ പിന്നെ അതുപോലെ തന്നെ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ അംഗങ്ങൾക്ക്. സഖാക്കന്മാർ അദ്ദേഹം പറയുന്നതിന് അപ്പുറത്തോട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നടക്കത്തുള്ളൂ. അത് ഈ സംസ്ഥാനത്തും അദ്ദേഹം പറയുന്നതിന് അപ്പുറത്തോട്ടൊരു കാര്യം നടക്കത്തില്ല. അപ്പോൾ ശ്രീമതി ടീച്ചറിനോട് എന്താണ് അദ്ദേഹത്തിന് ഇത്ര വലിയ പരിഭവം എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ശ്രീമതി ടീച്ചർ പല കാര്യങ്ങളിലും ഇപ്പോൾ വലിയ പ്രാധാന്യമൊന്നും പിണറായി വിജയന് കൊടുക്കാറില്ല. ഇപ്പം മകളുടെ കേസൊക്കെ വന്നപ്പോഴും MV ഗോവിന്ദനെ MA ബേബിയൊക്കെ ഭയങ്കര ഘോരമായിട്ട് ഞങ്ങൾ സഖാവിൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും ശ്രീമതി ടീച്ചർ അവിടെ മൗനമായിട്ടിരിക്കുക. കാരണം ശ്രീമതി ടീച്ചർ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ ഈ ഒരു പറഞ്ഞതുപോലുള്ള ജീവിതം. അപ്പം ഈ ഒരു പാർട്ടിയുമായിട്ടൊരു അഭേദ്യ ബന്ധവും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നും ആ ഒരു ചോരയുടെ തിളപ്പ് ഇപ്പോഴും ശ്രീമതി ടീച്ചറിൻ്റെ ഞരമ്പുകളിലൂടെ ഓടുന്നുണ്ട്. അപ്പോൾ ടീച്ചറിന് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പം മൗനമായിട്ടൊക്കെ ഇരിക്കും. പിന്നെ ഈ അഭിപ്രായം തുറന്നു പറയാൻ പറ്റാത്തത് പേടിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല. പാർട്ടി എന്തിനാ സ്വയം ഇട്ട് കുത്തുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കും. പലതും കണ്ടും കേട്ട് ശ്രീമതി ടീച്ചറിൻ്റെ ഈ മൗനമായിരിക്കാം ഒരു പക്ഷേ പിണറായി വിജയന് അത്ര അങ്ങോട്ട് രസമല്ലാതിരിക്കുക. എന്നാൽ പിന്നെ ടീച്ചർ ഇങ്ങോട്ട് വരണ്ട, ഒരു ഇതങ്ങോട്ട് ഇട്ടുകൊടുത്തു, ഓർഡർ അങ്ങോട്ട് ഇട്ടുകൊടുത്തു. പക്ഷെ ആ ഓർഡർ ശ്രീമതി ടീച്ചർ അത് അപ്പോഴും തന്നെ ഇറങ്ങി പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനകത്തുള്ള പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ നല്ല കർക്കശമായിട്ടുള്ള
ചില കാര്യങ്ങളാണ് പിണറായി വിജയൻ പറഞ്ഞതെന്ന് ശ്രീമതി ടീച്ചർ മറുപടിയൊന്നും കൊടുക്കാതെ ഇറങ്ങിപ്പോവുകയും മാധ്യമങ്ങൾ അപ്പോൾ തന്നെ കാണുകയൊക്കെ ചെയ്തു. പക്ഷേ ശ്രീമതി പി കെ ശ്രീമതി അതിനുള്ള യാതൊന്നും തന്നെ അങ്ങനെ പറയുകയോ അല്ലെങ്കിൽ പാർട്ടിയെ താഴ്ത്തിക്കെട്ടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷെ അതിനുശേഷം എം.വി. ഗോവിന്ദൻ പറഞ്ഞു പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം, കാരണം അത് ദേശീയ തലത്തിൽ മാത്രം പി കെ ശ്രീമതി കാര്യങ്ങൾ നോക്കിയാൽ മതി, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ഏജിൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞ് ഇളവ് നൽകിയിരിക്കുന്ന ദേശീയ തലത്തിലാണല്ലോ, സംസ്ഥാന തലത്തിൽ അങ്ങനെയുള്ള ഇളവുകളൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ സഖാവ് പിണറായി വിജയൻ പറയുന്നതായിരിക്കാം അതിൻ്റെ ആ നിലപാട് നിന്നപ്പോഴും. പക്ഷേ എം.എ. ബേബി അതിൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, പി കെ ശ്രീമതിക്ക് സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുപ്പിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള അങ്ങനെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നത്. കാരണം എം.എ. ബേബി അത് പറയുക തന്നെ ചെയ്യും. കാരണം എം.എ. ബേബിക്ക് AKG സെൻ്ററിൻ്റെ ഉദ്ഘാടന സമയത്ത് എം.എ. ബേബി നിന്ന വരി തന്നെ മൂന്നാമത്തെ വരിയാണ്. ഒന്ന് അടുത്ത് ചേർത്ത് നിർത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി പുറകിലുണ്ട് എന്നുള്ള രീതി പോലും മറന്നുകൊണ്ടാണ് പിണറായി വിജയൻ അത് കട്ട് ചെയ്തത്. എത്രയായാലും ഉള്ളിൽ VS അച്യുതാനന്ദൻ്റെ കാലത്ത് മുതലേ എം.എ. ബേബിക്ക് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും കാര്യങ്ങളും മറ്റുള്ള എന്തൊക്കെയാണെന്നുള്ള എം.എ. ബേബിക്കാണ്. പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പിണറായിക്ക് ചില ഷൂട്ടൊക്കെ പിടിച്ചെങ്കിലേ ദേശീയ തലത്തിൽ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ദമ്പ് കിട്ടത്തുള്ളൂ. അത് കേരളത്തിൽ നിന്നേ ഇനിയുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കട പൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ഇനി ആകെപ്പാടെ ഇത് കേരളത്തിൽ മാത്രമുണ്ട്. കേരളത്തിൽ ഇനിയിപ്പോൾ അടുത്ത തവണ അതും പൂട്ടിക്കെട്ടും. അപ്പോൾ കിട്ടുന്നത് പിഴിയാൻ വേണ്ടി ഇനി വല്ല സാമ്പത്തിക സ്രോതസ്സുള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഇനി CPM എന്ന് പറയുന്ന ഒരു ചരിത്രമായി അവശേഷിക്കാനുള്ള സാധ്യതയെ കാണത്തുള്ളൂ. കാരണം അവരുടെ കയ്യിലിരിപ്പോൾ ചില കാര്യങ്ങളൊക്കെ അത്തരത്തിലായതുകൊണ്ടായിരിക്കാം, നമുക്കറിയില്ല. ഏതായാലും എം.എ. ബേബി ഇപ്പോൾ ഈ സഹികെട്ട് ഈ ക്ഷമയുടെ പരിധിയൊക്കെ കടക്കുമല്ലോ, ആ പരിധി കടന്നപ്പോൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും പാർട്ടിക്കകത്ത് വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട്. എന്നാൽ മഹിളാ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന യോഗങ്ങളിൽ പി കെ ശ്രീമതിയെ പങ്കെടുപ്പിക്കാമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും നിലപാട്. കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ പി കെ ശ്രീമതിക്ക് പ്രായത്തിൻ്റെ പേരിൽ ഇളവ് നൽകിയത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യപ്രകാരമല്ലെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. നേതൃത്വത്തിൽ തുടരാൻ പി കെ ശ്രീമതി ദേശീയ നേതൃത്വത്തെ താല്പര്യം അറിയിച്ചെന്നും എന്നാൽ ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും ഇക്കാര്യം അവതരിപ്പിക്കുകയായിരുന്നുവെന്നാണ് കിട്ടുന്ന സൂചനകൾ. ഏതായാലും പി കെ ശ്രീമതിയോട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറഞ്ഞിരുന്നത്. ഈ മാസം 19 നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഈ ഒരു നിർദ്ദേശം പിണറായി വിജയൻ നൽകിയത്. പിന്നാലെ കേരളത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയല്ല പി കെ ശ്രീമതിക്ക് ഈ ഒരു ഇളവ് നൽകിയതെന്നും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും പ്രതികരിച്ചു. എന്നാൽ പി കെ ശ്രീമതിക്ക് വിലക്ക് ഇല്ലെന്നാണ് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ജനറൽ സെക്രട്ടറി എം.എ. ബേബി പ്രതികരിച്ചത്. ഏതായാലും CPM പാർട്ടിക്കിടയിൽ തന്നെ ചില വിഭിന്ന അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇതിനു മുന്നേ മകളുടെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടും ദേശീയ തലത്തിൽ ഇതൊരു ചർച്ചാ വിഷയവും സംസാരവും ഒക്കെ ഉണ്ടായപ്പോഴും പലരും പറഞ്ഞു കേരളമല്ലല്ലോ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ CPMൻ്റെ പ്രധാന പാർട്ടി കേരള ഘടകം മാത്രമല്ലല്ലോ എന്നൊക്കെ, പിണറായി വിജയനെ ഇത്രത്തോളം എന്തിനാണ് ഇങ്ങനെ പൊക്കി പിടിച്ചു കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ വിമർശനങ്ങൾ പലരിൽ നിന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല കേരളത്തിലേക്ക് വരുമ്പോൾ CPI ഇതിനെതിരെ നന്നായി പ്രതികരിക്കുകയും ചെയ്തു. മാസപ്പടി വിവാദത്തിൽ മകളുടെ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ഇടപെടേണ്ട കാര്യമില്ല, അതൊക്കെ പിണറായി നോക്കിക്കോണം, ഞങ്ങൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത LDF സർക്കാരാണ്, അപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്, അപ്പം അതിൽ പിണറായി വിജയന് എന്തെങ്കിലും അപാകതകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് മാത്രം ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ അന്നും വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും പി കെ ശ്രീമതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പാർട്ടിയിൽ വിഭിന്ന അഭിപ്രായങ്ങളാണ് ഉണ്ടാവുന്നത്. എല്ലാ കാലത്തിലും ഏകാധിപത്യം ചമഞ്ഞ് അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ രീതിയിലുള്ള ഭരണവും സ്വേച്ഛാധിപത്യ രീതിയിൽ പാർട്ടിയോട് ഇടപെടുകയും ചെയ്യുമ്പോൾ ചില സഖാക്കന്മാരൊക്കെ
ചിലപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ പുറകെയൊക്കെ കുറച്ച് നടക്കും. എത്രയായാലും ക്ഷമ കെട്ട് കഴിയുമ്പോൾ അവരും പ്രതികരിക്കും. കാരണം പാർട്ടിയോട് കൂറുള്ളവരും പാർട്ടി എന്താണെന്നും അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകളും നന്നായിട്ട് അറിയാവുന്നവരും നന്നായിട്ട് തന്നെ പ്രതികരിക്കും. അതെന്തായാലും പ്രതികരിച്ച് തുടങ്ങി. പിണറായി വിജയൻ്റെ ഏകദേശം ഈ ഒരു ഏകാധിപത്യ അതായത് സ്വേച്ഛാധിപത്യ ഭരണത്തിനൊക്കെ ഒരു ചെറിയ ആളലും ഈ എന്താ പറയുക ചെറിയ ആട്ടമൊക്കെ വന്നു തുടങ്ങി എന്നാണ് ഇപ്പോൾ ഒരു പൊതുവെയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പിണറായി വിജയൻ്റെ ഇതിൽ പിന്നെ അദ്ദേഹം പിന്നെ പലപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ ഇതിനുള്ള അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാറില്ല. ഒരു ഇട്ടാവെട്ട് പോലെ എന്തെങ്കിലും ഒന്ന് പറയും. പിന്നെ അദ്ദേഹത്തിനോടൊന്നും ചോദിക്കുന്ന ഇഷ്ടമൊന്നുമല്ല. എന്തായാലും എം വി ഗോവിന്ദൻ ഒരഭിപ്രായം പറഞ്ഞു, എം.എ. ബേബി മറ്റൊരു അഭിപ്രായമാണ് പറഞ്ഞത്. എന്ത് തന്നെയായാലും PK ശ്രീമതി ടീച്ചറിന് ഈ ഒരു പാർട്ടിയിൽ അത്രയേറെ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യം എന്തായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു ലഘു വിവരണം ഞാൻ നൽകിയത്. അത് പിണറായി വിജയനോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനോ ഒന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. അവർക്ക് ചുറ്റും അവരെ ബഹുമാനിക്കുകയും അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ ഏറ്റെടുക്കുകയും ചെയ്ത ജനങ്ങൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നിരവധി സഖാക്കൾ, നിരവധി നേതാക്കളും അല്ലെങ്കിൽ നിരവധി ഇതിലൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും അണിയറയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഇത്തരത്തിൽ അവരോടൊപ്പം തന്നെയുണ്ട്. അങ്ങനെയൊന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒരാളുടെ കീഴിലേക്ക് മാറ്റാം എന്നുള്ള ഇത് വേണ്ട എന്നുള്ള ചെറിയ ഡോസാണ് എം.എ. ബേബി വഴി ഇപ്പോൾ പിണറായിക്ക് കിട്ടിയിരിക്കുന്നത്.